കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത സമുന്നത നേതാക്കളിൽ ഒരാളാണ് CH കണാരൻ. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിവന്ന 32 നേതാക്കളിൽ ഒരാളായ CH ആയിരുന്നു CPIM രൂപീകരിച്ചപ്പോൾ പ്രഥമ സംസ്ഥാന സെക്രട്ടറി. അതുല്യനായ സംഘാടകനും അടിമുടി പോരാളിയുമായിരുന്ന CH കണാരന്റെ ഓർമ്മ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ വലിയ ആവേശമാണ്. തലശ്ശേരി ബീഡി തൊഴിലാളി യൂണിയന്റെ ഓഫീസിലെ ബെഞ്ചുകളിൽ പത്രം വിരിച്ചു കിടന്നുറങ്ങിയ സഖാവ് CH കണാരനെ കുറിച്ച് NE ബലറാം എഴുതിയൊരു ഓർമ്മക്കുറിപ്പുണ്ട്. തലശ്ശേരിയിലെ ബീഡി തൊഴിലാളികളിൽ അവകാശബോധത്തിന്റെ തീപ്പകർന്ന ആദ്യത്തെ നേതാവാണ് CH. 1939 തലശ്ശേരി ബീഡി കമ്പനി സമരത്തെ തുടർന്ന് ഒരു വർഷത്തോളം CH തടവിലടക്കപ്പെട്ടു. തൊഴിലാളി വർഗത്തിന്റെ അമരക്കാരനാകുന്നതിനു മുമ്പ് ഐത്തോച്ചടന സമരങ്ങളുടെയും നായകനായിരുന്നു കണാരൻ ചീക്കോളി എന്ന CH കണാരൻ. തലശ്ശേരി തിരുവങ്ങാട്ടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു ജാഥയായി പോയി ദർശനം നടത്തിയാണ് CH അവർണർക്കുള്ള വിലക്കുകൾ അവസാനിപ്പിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ നടുക്കിയ 1940 സെപ്റ്റംബർ 15 പോരാട്ടങ്ങൾക്കും തീകൊളുത്തിയത് മറ്റൊരാളല്ല. 1942 മുംബൈ പ്രീണത്തിൽ സഖാവ് P. കൃഷ്ണപിള്ളയും CHുമായിരുന്നു കേരളത്തെ പ്രതിനിധീകരിച്ചത്. 1952 തലശ്ശേരിയിൽ നിന്ന് മദിരാശി അസംബ്ലിയിലേക്കും 57 65 കേരള നിയമസഭയിലേക്കും CH തെരഞ്ഞെടുക്കപ്പെട്ടു. ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള പല സുപ്രധാന നിയമനിർമ്മാണങ്ങളുടെയും വേഗതയ്ക്ക് പിന്നിലും CH ആയിരുന്നു. 63-64 കാലത്തെ തിരുത്തൽവാദത്തിനെതിരെയും 67-69 കാലത്തെ ഇടതുപക്ഷ വ്യതിയാനത്തിനെതിരെയും പാർട്ടിയെ നയിച്ച ആശയ വ്യക്തിതയുടെ ശില്പിയും CH ആയിരുന്നു. CPIM രൂപം കൊണ്ടതു മുതൽ 1972 ഒക്ടോബർ 20 മരണം വരെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു CH. 1971 തലശ്ശേരി കലാപകാലത്ത് കലാപത്തി തടയാനും തലശ്ശേരിയിലെ പാർട്ടിയെ നയിക്കാനുമായി CH ചുമതല നൽകിയ യുവാവാണ് ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി. 57 നാദാപുരത്ത് നിന്നുള്ള CHന്റെ വിജയം ജാതിക്കാർഡിറക്കിയാണെന്ന ഇപ്പോഴത്തെ ആരോപണം അതുകൊണ്ട് സഖാവ് CHനെതിരെ മാത്രം തൊടുത്തതല്ല. CH എന്ന് ഉച്ചരിക്കാൻ പോലും ചരിത്രജ്ഞാനമില്ലാത്തവരെ കൊണ്ട് അതിന് പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയ വർഗീയ ലക്ഷ്യങ്ങളോടുകൂടി പോരടിച്ചു വേണം കേരളത്തിൽ ഇനി മുന്നോട്ടു പോകാൻ. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.